ഗുരുഭ്യോ നമ. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോ ദശകളിലെയും ദുരിത നിവാരണത്തിനായി ചെയ്യേണ്ട പരിഹാരങ്ങളും കർമ്മങ്ങളുമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത് ഗുരുദശയിലെ അല്ലെങ്കിൽ വ്യാഴദശയിലെ പരിഹാര കർമ്മങ്ങളും മറ്റുമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വ്യാഴദശയുടെ കാലാവധി 16 വർഷമാണ്. ജനനസമയത്തെ ഗ്രഹനിലയിൽ വ്യാഴം നിങ്ങൾക്ക് ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ അതോ അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുമോ എന്ന് ആദ്യം അറിയണം. അതിനായി നിങ്ങളുടെ തലക്കുറി ഉണ്ടെങ്കിൽ ഗ്രഹനില, ജനിച്ച സമയത്തെ ഗ്രഹനില ഉണ്ടെങ്കിൽ അത് ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗ്രഹനിലയിൽ വ്യാഴം ഇഷ്ടഫലത്തെ തരുമോ അതോ അനിഷ്ടഫലത്തെ തരുമോ എന്ന് നമ്മൾ വിശദമാക്കി തരാം. ഇതില്ലെങ്കിൽ നിങ്ങളുടെ ജനിച്ച തീയതി, ജനിച്ച സമയം, ജനിച്ച സ്ഥലം ഇത് നമുക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗ്രഹനില ഉണ്ടാക്കിയിട്ട് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് നല്ലതാണോ ചീത്തയാണോ, ചീത്ത ഫലത്തെ തരുമോ എന്നുള്ളത് നമ്മൾ വിശദമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ വ്യാഴം അനുകൂലമായി ഇഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ് ജാതകത്തിൽ അല്ലെങ്കിൽ ഗ്രഹനിലയിലെങ്കിൽ ഈ ദശയിൽ സർവകാര്യ വിജയം, എല്ലാ കാര്യവും വിജയിക്കുക, ധനസമൃദ്ധി, എല്ലാ തുറകളിൽ നിന്നും ധനവരുമാനം, അത് തൊഴിൽ മേഖലയിൽ നിന്നാവാം, ബിസിനസ്സിൽ നിന്നാവാം, എവിടെ നിന്നെങ്കിലും മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കുക, എല്ലാത്തിനും മറ്റുള്ളവരുടെ ആദരവ് നമുക്ക് ലഭിക്കും. ധാർമ്മികത വർദ്ധിക്കുക, ആചാര അനുഷ്ഠാന വിശ്വാസം ഏറുക, ഈശ്വരാരാധന, ക്ഷേത്ര ദർശനം ഇവയൊക്കെ കൂടുതലായിട്ട് ചെയ്യുക. ഓരോ ക്ഷേത്രത്തിൽ പോകണം എന്ന് തോന്നുക, പോവുക, ഇതൊക്കെ നടക്കുക. വിവാഹപ്രായമായവരാണെങ്കിൽ വിവാഹയോഗം, ഭാര്യാലാഭം, സന്താന ലാഭം ഇതൊക്കെ ഉണ്ടാവും. അതുപോലെ വാഹന ലാഭം ഇതൊക്കെ ഈ ദശയിൽ സംഭവിക്കും. ഭൂമി ലാഭം, തൊഴിലിൽ ഉന്നതി, അതായത് പ്രൊമോഷൻ മറ്റും കിട്ടാനുള്ള സാധ്യത കൂടും. കർമ്മപുഷ്ടി, ശാന്തി, സമാധാനം, വ്യവഹാര വിജയം, കലാകാരന്മാർക്ക് കീർത്തി, അവാർഡ് കിട്ടുക, അതുപോലെ പ്രശസ്തി പത്രം കിട്ടുക, ഇതൊക്കെ ഉണ്ടാവും ഈ ദശയിൽ. ഈ ഫലങ്ങളൊക്കെ ആയിരിക്കും അങ്ങനെ അനുഭവിക്കുക. ഇനി പ്രതികൂലമായ വ്യാഴത്തിന്റെ ദശയിലാണെങ്കിലോ അപ്പോ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ താമസം നേരിടുക, രോഗങ്ങൾ പിടിപെടുക, ശത്രുക്കൾ വർദ്ധിക്കുക, വ്യവഹാരങ്ങളിൽ തോൽവി ഉണ്ടാവുക, എന്ത് കാര്യത്തിന് കേസ് കൊടുക്കണം എന്നുള്ളൊരു ത്വര ഉള്ളിലുണ്ടാവുക, കേസ് കൊടുക്കുക, അത് പരാജയപ്പെടുക, ഈശ്വരാധീന കുറവുണ്ടാകുക, കണത്ര പുത്രാദികൾക്ക് രോഗം വരിക, വരവിൽ കൂടുതൽ ചെലവുണ്ടാകുക, പല വിധത്തിലും ധനനാശം, അതുപോലെ കഴുത്തിന് മുകളിൽ രോഗം വരിക, അതുപോലെ ആത്മവിശ്വാസക്കുറവ്, നിരാശ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, കടം വാങ്ങാൻ തോന്നുക, കടം മേടിക്കുക, ബിസിനസ്സിൽ പരാജയം ഉണ്ടാവുക, നഷ്ടം സംഭവിക്കുക, ഭാഗ്യമില്ലാത്തവൻ എനിക്കൊരു ഭാഗ്യമില്ല, ഞാൻ ഇങ്ങനെ നടക്കുന്നു, യാതൊരു ഭാഗ്യമില്ല എന്ന് സ്വയം ഇങ്ങനെ പറയാം. ഇങ്ങനെയൊക്കെയുള്ള ഫലങ്ങളാണ് നമ്മൾ ഇത് അനിഷ്ടഫലത്തെ പ്രദാനം ചെയ്യുന്നതായാൽ അനുഭവിക്കുന്നത്. അപ്പോൾ പരിഹാരമായി ദശ തുടങ്ങി 6 മാസക്കാലം വ്യാഴാഴ്ച വ്രതം, വിഷ്ണു ക്ഷേത്ര ദർശനം, നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ തോറും വ്യാഴഗ്രഹത്തിന് പുഷ്പാഞ്ജലി കഴിക്കുക, അതുപോലെ യഥാശക്തി വഴിപാടുകൾ കഴിക്കുക. പിന്നെ ഇവ അനുകൂല ഫലത്തെ, ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂല ഫലത്തെ നമുക്ക് പ്രദാനം ചെയ്യും. ഇനി സ്വയം ചെയ്യേണ്ട പ്രാർത്ഥനകളും കർമ്മങ്ങളും പറയാം, വിശദമാക്കാം. വിഷ്ണു സഹസ്രനാമ ജപം, ഗുരു ഗായത്രി മന്ത്രം 108 പ്രാവശ്യം വീതം ദിവസവും മൂലമന്ത്രത്തോടു കൂടി ജപിക്കുക. മൂലമന്ത്രം ഇതാണ്, അതായത് ഓം ബൃഹസ്പതേ നമഃ, ഇതാണ് ഓം ബൃഹസ്പതയേ നമഃ, ഇതാണ് മൂലമന്ത്രം. അത് കഴിഞ്ഞിട്ട് ഗുരു ഗായത്രി, ഓം അങ്കിരോ ജാതായ വിസ്മയേ വാചസ്പതയേ ധീമഹി തന്നോ ഗുരു പ്രചോദയാത്, ഇതാണ് ഗുരു ഗായത്രി. നവഗ്രഹ സ്തോത്രത്തിൽ ഗുരുഗ്രഹ സ്തോത്രം
108 പ്രാവശ്യം വീതം ദിവസവും അർത്ഥം മനസ്സിലാക്കി ജപിക്കുക. വ്യാഴ സ്തോത്രം ഞാൻ ചൊല്ലാം. ദേവാനാം ഋഷീണാം ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം. ഇനി ഇതിന്റെ അർത്ഥം, ദേവന്മാരും മഹർഷിമാരും ആരാധിക്കുന്ന മഹാഗുരുവോ, സ്വർണത്തിന്റെ ശോഭ ഉള്ളവനെ, വിജ്ഞാനത്തിന് ഇരിപ്പിടമേ, 3 ലോകത്തിനും അധിപനായ ബൃഹസ്പതിയെ അങ്ങയെ ഞാൻ വന്ദിക്കുന്നു. ഇതാണ് ഇതിന്റെ അർത്ഥം. ഇതെല്ലാമാണ് വ്യാഴം ഒരാളുടെ ഗ്രഹനിലയിൽ പ്രതികൂലമായാൽ ചെയ്യേണ്ട പരിഹാരങ്ങൾ. പിന്നെ സ്വയം ചെയ്യേണ്ട ഈ പരിഹാരങ്ങൾ, പ്രാർത്ഥനകളും എല്ലാ ദിവസവും ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് ഒരേ വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരേ ഇരിപ്പിടത്തിൽ ഇരുന്നു കൊണ്ട് ചെയ്താൽ ഇരട്ടി ഫലം ലഭിക്കും. പക്ഷെ അതിന് അപ്പോൾ ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ഇതൊക്കെയാണ് വ്യാഴത്തിനെ കുറിച്ചുള്ള സംഭവങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ ഈ ചാനൽ മുഴുവനായി കാണാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങൾ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്തേ.